PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതായത് 21/6/2025 PSC നടത്തിയിട്ടുള്ള ലാബ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പരീക്ഷയുടെ ഓവറോൾ അനാലിസിസ് ഒക്കെ ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇതിൻ്റെ പ്രിലിമിനറി പരീക്ഷ ഓൾറെഡി കഴിഞ്ഞതാണ്. എന്നിട്ട് അതിൽ നിന്ന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള എലിജിബിലിറ്റി ലിസ്റ്റൊക്കെ ഓരോ ജില്ലയുടെയും PSC വെവ്വേറെ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം മെയിൻ പരീക്ഷ ഇന്ന് നടത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏകദേശം ഒരു 30,000-ന് മുകളിലായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ പ്രിലിമിനറി എക്സാം ക്വാളിഫൈഡ് ആയിട്ട് ഇന്ന് മെയിൻ എക്സാം എഴുതേണ്ടവരാണ്, അപ്പോൾ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളവരാണ്. അപ്പോൾ ഈ പരീക്ഷയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇത് പറയുകയാണെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയണത് എല്ലാ ടോപ്പിക്സും വൈഡായിട്ട് കവർ ചെയ്യും. ഒന്നിലും അധികം ഡീപ്പാവാതെ വളരെ ആഴത്തിലോട്ട് പോയിട്ടുള്ള ഇതൊന്നുമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാതെയുള്ളൊരു ചോദ്യ പേപ്പർ തന്നെയായിരുന്നു. എല്ലാ സിലബസ് എല്ലാം കവർ ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ പൊളിറ്റി അതുപോലെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിലൊക്കെ ഒരു 2-3 ചോദ്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ടായിരുന്നു. അതിലല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നല്ലാതെ പൊളിറ്റി ആയാലും ഹിസ്റ്ററി ആയാലും ഒന്നും വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എക്കണോമിക്സ് എടുത്താലും 1-2 ചോദ്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നല്ലാതെ ബാക്കിയൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് എക്കണോമിക്സും. കറൻറ്റ് അഫെയർസ് എടുക്കുകയാണെങ്കിൽ അത് 2025 മാത്രമല്ല 2023 ഉൾപ്പെടെ ചില ചോദ്യങ്ങളൊക്കെ നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ മുൻപ് എഴുതി പരിചയമുള്ളവർക്കും അതുപോലെ മുൻപിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോയിട്ടുള്ളവർക്കും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു കറൻറ്റ് അഫെയർസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ പോലും അതിൻ്റെ ഓപ്ഷൻസൊക്കെ കുറച്ച് വലുതായതുകൊണ്ട് അത് വായിച്ചെത്തിച്ച് ഓപ്ഷൻസ് മാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു മോഡറേറ്റ് ലെവൽ എന്ന രീതിയിൽ തന്നെ നമുക്ക് കണക്കാക്കാം. പിന്നെ മാത്സ്, മെൻ്റൽ എബിലിറ്റി, അതൊക്കെ റീസണിങ് അതൊക്കെ എടുക്കുകയാണെങ്കിലും വളരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സാധാരണ ചോദിക്കുന്നൊരു പാറ്റേൺ പോലെ തന്നെയാണ്. പിന്നെ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഒന്നും അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മൊത്തത്തിൽ ഏകദേശം വേക്കൻസിയുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 120-ൻ്റെ അടുത്തൊക്കെ വേക്കൻസിയാണ് നമ്മൾ ഇതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഈസിനെസ്സൊക്കെ കണക്കാക്കുമ്പോൾ കട്ട് ഓഫ് ഒരു 70+ വരാൻ തന്നെയാണ്, 70 മാർക്കും അതിന് മുകളിലും വരാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. എല്ലാ ജില്ലകളുടെയും കൂടിയുള്ള വേക്കൻസിയാണ് ഏകദേശം 120-ൻ്റെ അടുത്ത് പറഞ്ഞത്. അതിൽ എല്ലാ ജില്ലകളിലും വേക്കൻസി ഒരുപോലെയല്ല. ചില ജില്ലകളിലൊക്കെ വേക്കൻസി വളരെ കുറവേ ഉള്ളൂ, ഒരു വേക്കൻസി ഉള്ള ജില്ലകളുമുണ്ട്, 1-2 ഒക്കെ വേക്കൻസി ഉള്ള. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കട്ട് ഓഫിൽ വേക്കൻസി കുറഞ്ഞ ജില്ലയ്ക്ക് കട്ട് ഓഫിൽ വ്യത്യാസം, അതുപോലെ വേക്കൻസി കൂടുതലുള്ള ജില്ലകളിലും ഒക്കെ കട്ട് ഓഫിന് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റേതനുസരിച്ച് കുറേശ്ശെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എല്ലാ ജില്ലകളിലെയും കൂടെയാണ് പറയണത് 70-ന് മുകളിൽ എന്തായാലും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.